അയാൾ എപ്പോഴും എന്തോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ മനസ്സ് അവിടെ അല്ല. അയാളുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പിടിക്കുമോ, പിടികൊടുക്കുമോ, പിടി തരാതിരിക്കുമോ അറിയില്ല. ഇവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നല്ല. നമ്മളൊരു കഥാപാത്രം വരുന്നു, അത് നമുക്കിഷ്ടമാകുന്നു, നമ്മൾ ചെയ്യുന്നു. അതിനേറ്റവും വളരെ സിൻസിയറായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഒരു സിനിമ സക്സസ് ആകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇത്രയും കാലം ആൾക്കാരെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നതും എളുപ്പമല്ല. അതൊരു ഭാഗ്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അത്ര ഇഷ്ടം പ്രേക്ഷകർക്ക്? എന്തോ എന്നെ ഇഷ്ടമാണ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ലാലേട്ടാ, ജോർജ് കുട്ടി മൂന്നാമതും അവതരിപ്പിക്കുകയാണ്. എനിക്ക് തോന്നാറുണ്ട് കണ്ട് വലുതായ സിനിമയാണല്ലോ ദൃശ്യം. സാധാരണ ഒരു സിനിമയായി വന്ന് പക്ഷേ പ്രേക്ഷകരൊക്കെ കണ്ടതങ്ങ് വലുതായി പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആഗോള പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമതും ഈ ജോർജ് കുട്ടീനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു രസം എന്താ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉണ്ട്. കണ്ട് ആ കഥാപാത്രം വലുതായി ഇല്ലേ? അത് 1 നിന്ന് 2 3 അപ്പോൾ അതേ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ 13 വർഷമായിട്ട് ട്രാവൽ ചെയ്തത് ജോർജ് കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആദ്യം ചെയ്തിട്ട് അയാളെല്ലാം ഒരു പോസിബിലിറ്റിയിൽ കൂടെ രക്ഷപ്പെട്ടു പോകുന്ന ഒരാളാണ്. ഇതിലും അയാൾ രക്ഷപ്പെടുമോ എന്നറിയാനാണ്. അത് പ്രേക്ഷകർ തീരുമാനിക്കണം. അപ്പോൾ ആ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വേറെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച അത്രയും ക്യാരക്ടറുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതൊരു വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് സിനിമയിൽ. 13 വർഷങ്ങൾക്ക് ശേഷവും ആ സിനിമയിൽ അതേ ഫാമിലിയായിട്ട് അതേ ആൾക്കാരായിട്ട്, ഒരുപക്ഷെ വിദേശത്തൊക്കെ 5-6 വർഷമുള്ള വലിയ ഒരു സീരിയൽ പോലെ അല്ലെങ്കിൽ വെബ് സീരീസൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ 10-13 വർഷമൊക്കെ ഇത് ആൾക്കാരെ ഇങ്ങനെ പിടിച്ചിരുത്തിക്കൊണ്ടൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ വലത്തുവശത്തിരിക്കുന്ന ആൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. വലതുവശത്തെ കള്ളൻ. സാർ തന്നെ പറഞ്ഞ പോലെ എഴുതി വലുതായി പോയി ജോർജ് കുട്ടി എന്നൊരു കഥാപാത്രം. ചെറുതായി തുടങ്ങിയതാണ്, പക്ഷേ അത് കയ്യിലിരുന്നങ്ങ് വലുതായി പോയി. ഈ വലിയ ആളുടെ കൂടെയാണ് ഇനി നമ്മൾ സഞ്ചരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ജോർജ് കുട്ടീനെ, ഇത്ര വലുതായ ഒരു ജോർജ് കുട്ടീനെ അപ്രോച്ച് ചെയ്യുമ്പം അത് എഴുത്തിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം തരാറുണ്ടോ? എന്താ തോന്നാറ്? സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫസ്റ്റ് ആ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തപ്പം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ തലത്തിലേക്ക് ഇത് പോകുന്നു. ശരിക്കും ലിറ്ററലി അതൊരു കൈവിട്ട് പോയ പോലെയാണ്. അതായത് ഈ ക്യാരക്ടറിനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വീണ്ടും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ക്യാരക്ടറൈസേഷനിൽ മാത്രം നിന്നാൽ പതുക്കെ ആൾക്കാർക്ക് മുഷിപ്പ് തോന്നി തുടങ്ങും. ഓക്കെ, പിന്നെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ഒരു 6-7 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ്. ആ സമയം കൊണ്ട് നമ്മൾ കഥ പറയുന്നതും 7 വർഷം കഴിഞ്ഞെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു 6 years ട്രാൻസിഷനിൽ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും രീതികളിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മാറ്റങ്ങളുണ്ടാവാം. അപ്പോൾ അതെങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിച്ച സെക്കൻഡിൽ നമ്മൾ ആ ക്യാരക്ടറിനെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് കുറച്ചുകൂടി ഒന്ന് അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. തേർഡിലേക്ക് വന്നപ്പം ശരിക്കും ആ കഥാപാത്രം വീണ്ടും വേറൊരു രീതിയിൽ വളരണം. അപ്പോഴേ ആ ചേഞ്ച് ഓഡിയൻസിന് കിട്ടൂ, അപ്പോഴേ ആ ഡിഫറൻസ് ഓഡിയൻസിന് ഫീൽ ചെയ്യൂ. അപ്പോഴത്തേക്കും ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ഞാൻ വരച്ചു വെച്ച ജോർജ് കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, കാരണം അത് വേറെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിൽ വളർന്നുപോയി. ഞാനൊരിക്കലും വിചാരിച്ചില്ല ഈ ജോർജ് കുട്ടി ഇങ്ങനെയൊക്കെ ആകും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഥാകൃത്തിൻ്റെ നിന്ന് ക്യാരക്ടർ ആ കൂട്ടിൽ നിന്ന് ചാടി സ്വയമേ വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ആണല്ലോ. ജീവിതത്തിൽ വക്കീലായ ശാന്തിക്ക് ജോർജ് കുട്ടി ശരിയാണോ തെറ്റാണോ? അല്ല, ബേസിക്കലി ലോയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നാൾ പലതരത്തിലുള്ള ക്ലയൻസിനെ കണ്ട് നമുക്ക് ഒരു ഫോറൻസിക് സയൻസ്, ഇപ്പോൾ ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ആളുകളെ പഠിക്കുക കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം ഡിഫറെൻ്റ് ആൾക്കാർ, ഒരു ഫാമിലി ഡിസ്ട്രെസ് നമ്മൾ കാണുന്നു പല കാര്യങ്ങളിലാണ്. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്നത് ശരിയും അതാണ്. ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ, ജോർജ് കുട്ടിയെ പോലെ വളരെ ഓർഡിനറി ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഫാമിലിയെ നോക്കുന്ന ആൾക്കാർ ചില സിറ്റുവേഷൻസിൽ അവർ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിൽ ചെന്നപ്പെടുകയാണ്. ആ സമയത്ത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് അത്. ഈവൻ ലോയിലും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരാളെ കൊന്നു കളയാമെന്ന് പറഞ്ഞ് പോകുന്നതും ചില സിറ്റുവേഷനിൽ ഈ പറയുന്ന പോലെ സാധാരണക്കാർ എക്സ്ട്രാ ഓർഡിനറി ഒരു സിറ്റുവേഷനിൽ അവർ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിൽ പെട്ട് ചെയ്യുന്ന കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നിയമം. കാരണം അതുണ്ടാക്കിയ മനുഷ്യർക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇഫ് യു ആസ്ക് മീ ജോർജ് കുട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് സീ ഹിം ആസ് എ ക്രിമിനൽ മൈൻഡഡ് പേഴ്സൺ അറ്റ് ഓൾ. ഐ സീ ഹിം ആസ് ഒരു
ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രഷറിലൂടെ സൈക്കോളജിക്കൽ തലത്തിലൂടെ പോകുന്ന ഒരു മനുഷ്യനാണ് ജോർജ് കുട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ വക്കീലിനപ്പുറത്തേക്ക് വളരെ പേഴ്സണലാണ് എനിക്ക് ജോർജ് കുട്ടിയും ജോർജ് കുട്ടിയുടെ കുടുംബവും. അപ്പോൾ ഏതറ്റം വരെയും ജോർജ് കുട്ടി പോകുന്ന പോലെ ഞാനും കൂടെ ഉണ്ടാവും. ദൃശ്യം 3 എത്തുമ്പം ഈ പറഞ്ഞ പോലെ ആഗോള പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. അതായത് ഈ സിനിമയുടെ വലിപ്പം വല്ലാതെ കൂടി ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന അത്രയും വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ആരാണെങ്കിലും ഫസ്റ്റ് ഹിറ്റായി, സെക്കൻഡ് ഹിറ്റായി, 3 വരുമ്പം ഈ ക്യാൻവാസ് കുറച്ചുകൂടി വലുതാക്കി വേണമെങ്കിൽ പറയാം എന്നൊക്കെ ചിന്തിക്കുമല്ലോ. പക്ഷേ നിങ്ങൾ റൂട്ടഡായി തന്നെ ജോർജ് കുട്ടിയുടെ കഥ പറയാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഓരോ സിനിമയ്ക്കും ഡിമാൻഡ് ചെയ്യുന്ന ഓരോതരം മേക്കിംഗ് ഉണ്ടല്ലേ. ഇതിന് എന്താണ്, ഒരു സാധാരണക്കാരൻ്റെ കഥയാണ് പറയുന്നത്. അയാൾ അപ്പം ആ പഴയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അയാൾ ആ കുടുംബം അവർ മാത്രമേ വലുതായുള്ളൂ, അല്ലാതെ അയാളുടെ ചുറ്റുപാടുകളൊന്നും വലുതായിട്ടില്ല. ഉണ്ടാകാം, പക്ഷെ നമുക്കറിയില്ല. ജോർജ് കുട്ടിക്ക് ചിലപ്പോൾ വലിയ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ പൈസ ഉണ്ടാകും, ഇതൊന്നും അറിയില്ല. പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ട രീതിയിലാണ് അതിനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഭയങ്കര സ്റ്റൈലൈസ്ഡായിട്ട്, ഭയങ്കര ഒരുപാട് ഗാഡ്ജറ്റ്സുകളും പുതിയ പിന്നെ ഒരുപാട് നമ്മുടെ സിനിമയ്ക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യം അതൊക്കെ വെച്ച് ഷൂട്ട് ചെയ്താൽ വേറൊരു സിനിമയായി പോകും. പക്ഷേ ജോർജ് കുട്ടി എന്ന് പറയുന്നതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം ദൃശ്യം 3 ഇറങ്ങിയത്. അയാളുടെ ഇമോഷൻസ് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അയാൾ ഏജ് ആകാൻ തുടങ്ങി, അയാളുടെ ഫാമിലി വലുതായി, കുട്ടികൾ വലുതായി, അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ അച്ഛനോട് ചോദിക്കാനുണ്ട്. അത് അയാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, അയാൾക്കും ആരോടും ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭയങ്കര ഒരു അഗ്നിപർവ്വതം പോലെ അയാൾ അകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അയാൾക്ക് ഈ ഭാരം ഇറക്കി വെക്കണം. അപ്പോൾ അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫിലിം മേക്കിങ്ങും ഒരു സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെ ആദ്യത്തെ ആ സിനിമ, പിന്നെ നിങ്ങൾ കാണുമ്പോൾ അവർ ആ സിനിമയുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു പേസിൽ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. അത് തീർച്ചയായിട്ടും ആ ഡയറക്ടറുടെ ബ്രില്യൻസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പമല്ല, അതിൻ്റെ അകത്തെ ക്യാരക്ടറുടെ ഹൃദയത്തിൻ്റെ വലിപ്പമാണ് നമ്മൾ കൂടുതലേക്ക് ഇതിൽ ശ്രദ്ധിച്ചത്. ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ, ഈ ഒരിക്കലും പിടിതരാത്തൊരു കഥാപാത്രമാണ് ജോർജ് കുട്ടി എന്നുള്ളത്. അതിപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലേ, സിനിമ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടും? അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇപ്പോഴും അയാൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഞാൻ ജിത്തുനോട് ചോദിച്ചാൽ ജിത്തുനും അറിയില്ലെന്നേ പറയുള്ളൂ. കാര്യം ഇത് എന്തിനു വേണ്ടിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ 2 ഒരു അഡ്വക്കേറ്റ് കൂടെ നിന്നിട്ട് ഒരു കാര്യം ചെയ്തിട്ട് അവർക്ക് പോലും അറിയാത്തൊരു കാര്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഇതിലും അയാൾ എന്തോ ഒരു കാര്യം ചെയ്യും, അല്ല അങ്ങനെ സിനിമ എൻ്റെ ഉണ്ടേ. ആ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണത്, അടുത്ത ഒരു സ്റ്റെപ്പിനാണോ, അയാൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നൊക്കെ ഉള്ള എനിക്കറിയില്ല അതെന്താ ചെയ്യേണ്ടതെന്ന്. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ കാര്യം നമുക്ക് ജോർജ് കുട്ടി ഇദ്ദേഹം പറയുന്ന പോലെ സഞ്ചരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാര്യം ജോർജ് കുട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇത് കുറേ ടേംസ് പറഞ്ഞു അല്ലേ, അപ്പോൾ അതുപോലെ സൈക്കോളജിക്കൽ അതിലൊക്കെ ഉള്ള ഒരു ടേമയിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളായിരിക്കും. പിന്നെ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ആ സിനിമ വളരെയധികം ശ്രദ്ധിച്ചാൽ ജോർജ് കുട്ടിയുടെ എമോഷൻസ് എല്ലാം കാമോഫ്ലാഷ്ഡ് ആണ്. അയാൾ ചിരിക്കുമ്പോൾ ശരിക്കും അയാളകത്ത് കരയായിരിക്കും, അയാൾ കരയുമ്പോൾ അകത്ത് ചിരിക്കായിരിക്കും, അയാൾ പാവമായിട്ട് നിൽക്കുമ്പോൾ അകത്ത് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അയാൾ അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ അയാൾ കുറച്ച് ഡിസോറിയൻറ്റഡായി മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും. പക്ഷെ അയാളുടെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മറ്റേത് ലൈറ്റ് പോയി ഓഫ് ചെയ്യുക, അതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കത്തിക്കിടക്കുന്ന കണ്ടാൽ ഞാൻ പോയി ഓഫ് ചെയ്യും. അതൊരു എനർജി, അത് അന്ന് എനർജിയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ആർക്കും ഒരു ഇലക്ട്രിസിറ്റി വെറുതെ കളയേണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ചിന്താഗതികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ജോർജ് കുട്ടിക്കുണ്ട്. പക്ഷേ അതിലുപരി അയാൾ എപ്പോഴും എന്തോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ മനസ്സ് അവിടെ അല്ല, അയാളുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പിടിക്കുമോ, പിടികൊടുക്കുമോ, പിടിതരാതിരിക്കുമോ അറിയില്ല. ദൃശ്യം 3 ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ദൃശ്യം 1 നമ്മൾ കണ്ട് എൻഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ, ആ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നൊരു ഹൈ. 2ഉം 3ഉം ഒക്കെ ഇറങ്ങാൻ പോകുമെന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകനെ ആലോചിക്കും അതിൻ്റെ ട്വിസ്റ്റ് എന്താണ്, സസ്പെൻസ് എന്താണ്, അത് വേണ്ട വിധം ഹിറ്റ് ചെയ്യുന്നുണ്ടോ. എഴുതുമ്പം ഇത്തരം ചിന്തകളൊക്കെ ഉണ്ടായിരുന്നോ മനസ്സിൽ? ദൃശ്യം ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞു. പക്ഷേ അത് നമ്മൾ ആ സബ്ജക്റ്റ്, അതിൻ്റെ ഒരു കഥാഗതിയിൽ, അതിൻ്റെ ഒരു വളർച്ചയിൽ ചില സംഭവങ്ങൾ ആൾക്കാരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, സർപ്രൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ട്വിസ്റ്റ്, സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു അതിന് അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇമോഷണൽ ഫാക്ടേഴ്സ് താഴെ പോവുക. ശരിക്കും അതിന് മുകളിലാണ് അതിൻ്റെ ഇമോഷണൽ ആംഗിൾ.
അപ്പം അവസാനം വന്ന് ഫസ്റ്റും ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് ട്വിസ്റ്റുള്ള ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറിലേക്ക് പോവാണ്. അത് എനിക്ക് പേഴ്സണൽ ആസ് എ ഫിലിം മേക്കർ, ആസ് ഇത് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇതിനകത്ത് അവരുടെ ഒരു 2 ഫാമിലി, 2 പേരുടെ ഭാഗത്ത് ശരിയുണ്ട്. ഗീതാ പ്രഭാകറിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, ആ മകനെ കണ്ടെത്തണം. ഇവരെയും കുറ്റം പറയാൻ, റാണിയെയും ജോർജ് കുട്ടിയും കുറ്റം പറയാൻ പറ്റില്ല, ആ മകളെ കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇറ്റ്സ് എ ടഗ് ഓഫ് വാർ. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഇതിനകത്ത് പല കളികളും കളിക്കും, പോലീസും കളിക്കും, ഇവരും കളിക്കും. പക്ഷേ ഇമ്പോർട്ടൻസും അറ്റൻഷൻ മുഴുവൻ അങ്ങോട്ട് പോയെന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. 3 വരുമ്പോൾ 1ഉം 2ഉം 3 ഈ ഫ്രാഞ്ചൈസി ഇതാന്ന് പറയുമ്പോഴും 3 കുറച്ചുകൂടെ ഞാൻ ജോർജ് കുട്ടിയുടെ ഇമോഷൻസില്ല. കാരണം സെക്കൻഡ് അവസാനിക്കുന്നത് എന്താണ് അതിനകത്ത്, അതൊരു ക്ലോഷർ പോലെയാണ്. നമുക്കൊരു കേസിന് ബലം കൂടുന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് ആരാണോ അഫക്റ്റഡ് ആൾ അവരതിൻ്റെ പുറകെ അതുപോലെ നിൽക്കുമ്പോഴാണ്. അവരെ സംബന്ധിച്ചിടത്തൊരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു, അവർ ആ റിയാലിറ്റിയിലേക്ക് വന്നു, മകൻ മരിച്ചു. ഇനി അവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് വെച്ചുകൊണ്ട് അവരുടെ ഒരു മനസ്സമാധാനത്തിന് കർമ്മം ചെയ്യാൻ കുറച്ച് റിമൈൻസ് വേണം. അത് ജോർജ് കുട്ടിയോട് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. സാഹചര്യം അതാണ്. പുള്ളിക്ക് പേഴ്സണലി പുള്ളിക്ക് പ്രഭാകരനെ ഒരു താല്പര്യമുണ്ട്. കാരണം അയാൾ ഒരു നല്ലൊരു മനുഷ്യനാണ്, ജെന്യുവൻ മനുഷ്യനാണ്, ജോർജ് കുട്ടിക്ക് അറിയാം. പക്ഷേ അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പം അയാളത് മറന്നില്ല, പ്രഭാകരനെ ആ കുടുംബത്തെയും. അയാളത് ഓർത്ത് ചെയ്തപ്പോഴും അയാൾ വളരെ കെയർഫുള്ളായിട്ട് ഡയറക്റ്റ് കൊടുത്തില്ല, ഒരു ഇൻഡയറക്റ്റ് ഇതിൽ അതവിടെ എത്തിച്ചു. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്നുള്ള ക്ലോഷറായി. പോലീസിൻ്റെ സൈഡിൽ അവർ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ കേസ് ദാറ്റ് ഈസ് ക്ലോസ് ബട്ട് വിൽ നെവർ ക്ലോസ്. എന്നിട്ട് പറയുന്നതൊരു കാര്യമുണ്ട്, നമ്മുടെ അടുത്ത വരവിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലായിരിക്കും അയാളിനി, അതാണ് അയാൾക്കുള്ള ശിക്ഷയും. അപ്പോൾ പ്രശ്നം എന്നാണെന്നറിയോ, ജോർജ് കുട്ടി ഒരിക്കലും ഒന്നിനെയും ഇനി അവർ വരില്ല, ഇത് തീർന്നു എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ഫസ്റ്റിൽ ഇതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അടി വെച്ചപ്പോഴും പുള്ളി പിന്നെ വെറുതെ ഇരുന്നില്ല, അവിടെ നിന്ന് എടുത്താൽ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം, ഒരു ഡിഫെൻസീവ് മെഷേഴ്സൊക്കെ പുള്ളി എടുക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇവിടെ തീർന്നു എന്ന് പുള്ളി വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ ഇനി അങ്ങോട്ട് ഇനി എങ്ങനെയൊക്കെ വരും, വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലാണ്. ചിലപ്പോൾ വരില്ലായിരിക്കാം പോലീസ്, പക്ഷേ ആ വീടിന് ചുറ്റും ഒരാളനക്കം, ഒരു സ്ട്രേഞ്ചർ വന്നു, രാത്രി ഒരു ഇതുണ്ടായാൽ പുള്ളി അലേർട്ടാവും, പുള്ളിയുടെ മനസ്സമാധാനം പോയി. പതുക്കെ പ്രായത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ ഉള്ളിലേക്ക് വരും. അത് ഉള്ളിൽ പണ്ടുകൊണ്ട് ചിലപ്പോൾ പുറമേ കാണിക്കും. ഇങ്ങനെയുള്ള ജോർജ് കുട്ടിയിലുണ്ടാകുന്ന ഇമോഷണൽ അല്ലെങ്കിൽ ക്യാരക്ടറിലുണ്ടാകുന്ന ആ ഇഷ്യൂസിലാണ് ദൃശ്യം 3 നിൽക്കുന്നത്. പക്ഷേ എന്ന് കരുതി സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഫോക്കസ് ഇതിലാണ്. അതുകൊണ്ടാണ് ട്വിസ്റ്റും സസ്പെൻസും മാത്രം പ്രതീക്ഷിച്ച് വരുന്നവർ ചിലപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ ട്വിസ്റ്റ് ആൾക്കാർക്ക് വർക്കാവുന്നതും ഈ ഇമോഷണൽ ഡ്രാമയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫാമിലിയുടെ ഇമോഷൻ പൂർണ്ണമായിട്ട് കിട്ടുന്നതുകൊണ്ട് കൂടിയാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തും പറ്റിക്കോട്ടെ അല്ലേ, അങ്ങനെ ആയിരിക്കും, അത്രയും കണക്റ്റഡ് ആണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഫീല് വരുന്നു. ഈ ഒറിജിനൽ വക്കീൽ ഇത്തരം ക്രൈം സിനിമകൾ എഴുതുമ്പോൾ ഈ എഴുത്തിൽ അല്ലെങ്കിൽ സജഷൻ കൊടുക്കുകയോ അതങ്ങനെ ചെയ്താലോ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അത് സാർ, അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ ഇതാകുമ്പോൾ സാറിനൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിനെ ആയിരിക്കും സാറിൻ്റെ ഈ പറഞ്ഞ പോലെയുള്ള സാറിൻ്റെ ഐഡിയാസൊക്കെ കഴിഞ്ഞിട്ട് അത് ശരിയാണെന്ന് സാർ കൺസൾട്ട് ചെയ്യാറുണ്ട്, അതെനിക്കറിയാം. അതുപോലെ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ വർക്ക് ചെയ്തുകൊണ്ടും സുഹൃത്തായതുകൊണ്ടും ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ഇത് വരുമ്പോഴേക്കും ഇങ്ങനെയാണ്, അത് അങ്ങനെയാണോ, അങ്ങനെ ചെയ്യാമോ? ഇപ്പോൾ ഈ സെക്ഷൻസൊക്കെ മാറിയല്ലോ, IPC മാറി, ഇപ്പോൾ BNS വന്നു, BNSS വന്നു. അപ്പോൾ പേരുകളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിനും IPC ഒക്കെ ഏതാണ്ട് അറിയാം. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പുതിയ സെക്ഷനിൽ പുതിയത് ഏത് സെക്ഷനാണ്, അത് ചില നോട്ടീസുകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, വെറുതെ ഒന്ന് ഇട്ട് തരുന്നതാണ്, സ്പോയിലറല്ല. അപ്പോൾ അതൊക്കെ വിളിച്ച് ചോദിക്കും, അതിങ്ങനെയാണോ? ഇപ്പം ലാലേട്ടൻ തന്നെ ചോദിക്കുമല്ലോ, അത് അവസാനം ഞങ്ങളിങ്ങനെ ഡയലോഗ്സ് ഇപ്പോൾ സാറ് പറയും, ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അല്ല അതെങ്ങനെ ഇത്ര വരുന്നത്, അതിങ്ങനെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഡിസ്കഷൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് ഒരു ലോയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രെറ്റേണിറ്റി കാണുമ്പോഴേക്കും ഇതെന്താ ചെയ്ത് വെച്ചേക്കണം അങ്ങനെ തോന്നരുത്. പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരും കോഡ് റൂം ഡ്രാമ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതിനകത്തൊരു ഒതൻറ്റിസിറ്റി പറ്റുന്ന പോലെ. പിന്നെ അത് വേറെ ഏതോ ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ചിലപ്പം ഒരു പോർഷനൊക്കെ കണ്ടു കഴിയുമ്പം ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നാം, പക്ഷേ സംഭവിക്കും. ഞാൻ നേരത്തെയും പറഞ്ഞു, ഇഫ് യു ആസ്ക് മീ ലേറ്റർ ആഫ്റ്റർ സീയിങ് സംബഡി വാച്ചസ് എ മൂവി ആൻഡ് ആസ്ക് മീ, ഐ ക്യാൻ ആൻസർ. കാരണം അത് ഡീപ്പായിട്ടുള്ള കാര്യമാണ്, അങ്ങനെയും സംഭവിക്കാം. സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ദൃശ്യമായിട്ട് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഈ പാസ്റ്റ് നെവർ സ്റ്റേ സൈലൻറ്റ് എന്ന് പറയുന്നുണ്ട്. സാധാരണ ഒരു ക്രൈം ത്രില്ലർ സിനിമകൾ നമ്മൾ കേൾക്കാറുണ്ട്, ഏതൊരു കുറ്റവാളിയും ഒരു തെളിവ് അവശേഷിപ്പിക്കുന്നത്. അതോടൊപ്പമാണ് ഈ സെൻറ്റൻസ് വരുന്നത്, ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കുന്നില്ല. പക്ഷേ ഭൂതകാലം നിശബ്ദമാകാതിരിക്കുമ്പോഴും അത് മറികടക്കാൻ ജോർജ് കുട്ടി എന്തെങ്കിലും ചെയ്യും എന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക്.
കാരണം അതിലേക്ക് അങ്ങ് വീണ് കൊടുക്കില്ല എന്ന്. എന്തെങ്കിലും ചെയ്യുന്നല്ല, അയാൾ അതിനു വേണ്ടി ശ്രമിക്കും. ഓക്കെ, അത് ഭയങ്കര സക്സസ്ഫുള്ളായി മാറുന്നതാണ് അയാളുടെ ഒരു ഈശ്വരാധീനം. യെസ്. അല്ല, അയാൾ ട്രൈ ചെയ്യണം, അല്ലാതെ 100% കോൺഫിഡൻസ് അല്ല ചെയ്യുന്നത്. ഞാനിങ്ങനെ ചെയ്തു, അത് വേണമെങ്കിൽ പിടിക്കപ്പെടാം, പക്ഷേ ഞാനത് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് അയാൾ അടുത്തതിലേക്ക് ചാടുകയാണ്. അതൊരു അയാളുടെ ഭാഗ്യമായിട്ട് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഭാഗ്യം കൊണ്ട് മാത്രം എപ്പോഴും ജീവിക്കാൻ പറ്റില്ല എന്ന് ജോർജ് കുട്ടിക്ക് അറിയാം. അതാണ്, അതുകൊണ്ട് മാത്രം ഇത് ജീവിക്കാൻ, ഇതിനൊരു ക്ലോഷർ വേണമെന്ന് അയാൾ ആഗ്രഹിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അത് കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസം കൂടിയാണ് ഇത് ഇറങ്ങുന്നത്. എനിക്കൊന്ന് പിറന്നാൾ ദിവസം ഒരു സിനിമ റിലീസാവുന്നത് അങ്ങനെ അല്ലെ അപൂർവമായിരിക്കാം. അപൂർവം എന്ന് പറയുന്നത് ഒരു വ്യാഴാഴ്ചയും കൂടെ ആകുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് റിലീസാകില്ലായിരുന്നു. വ്യാഴാഴ്ച വെള്ളിയാഴ്ച വന്നാലേ, അല്ലെങ്കിൽ അപ്പോൾ അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ദൃശ്യം 1, 2, 3 ഒക്കെ ഈശ്വരൻ്റെ ഒരു കയ്യൊപ്പുള്ളൊരു സിനിമയായിട്ടാണ് കാണുന്നത്. അതിന് ഇത്രയും പ്രേക്ഷകർ കാത്തിരിക്കുക. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തുള്ളവരൊക്കെ എപ്പോഴും നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ദൃശ്യം എന്ന് പറയുന്നത് നമ്മളെ കാണുമ്പോൾ ഓടി വന്ന ആദ്യം അതാണ് പറയുന്നത്. അപ്പം ദൃശ്യം 2 കൊണ്ട് അങ്ങനെ ഒരു വലിയ കാര്യം മലയാള സിനിമയ്ക്കുണ്ടായി. അവർ ഒരുപാട് സിനിമകൾ പിന്നെ കാണാൻ, പഴയ സിനിമകളെക്കുറിച്ചൊക്കെ ആൾക്കാർ വളരെ പറയും, ആ സിനിമ കണ്ടുണ്ട്, ഈ സിനിമ കണ്ട്, നമുക്കതൊരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് ഈ ദൃശ്യം കാരണമല്ലോ. ദൃശ്യം കാരണം എല്ലാം നല്ലതേ ഉണ്ടായിട്ടില്ല. സീസണൊക്കെ ഇപ്പം എത്ര പേരാ വീണ്ടും വീണ്ടും കാണുകയും അങ്ങനെ വീണ്ടും കാണുന്ന സിനിമകൾ ഉണ്ടോ? ഞാൻ ഇപ്പം എല്ലാത്തിലും കുറച്ച് കാര്യങ്ങൾ കാണാമല്ലോ. ഇപ്പോൾ തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ സീസണൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഇതായിട്ട് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഓരോ കാര്യങ്ങൾ കാണാം. അപ്പോൾ അതിലൊക്കെ നമ്മളൊന്ന് ഓർക്കാറുണ്ട്. അപ്പോൾ അത്തരം അന്നത്തെ സിനിമകളെല്ലാം ഭയങ്കര പ്രത്യേകതകളുള്ള സിനിമകൾ. ഇത്രത്തോളം ഒരു ക്രൗഡ് പുള്ളർ മലയാള സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഒരു സമ്മർദ്ദമാണോ, സന്തോഷമാണോ, അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്യുമ്പം എൻ്റെ ഓഡിയൻസ് അത് അങ്ങനെ എടുക്കുമോ എന്നുള്ള ചിന്തയാണോ, എന്താ? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ച് സിനിമ ചെയ്യുന്നതാണ്. അത് സത്യസന്ധമായിട്ട് പറയാം. ഇവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നല്ല. നമ്മളൊരു കഥാപാത്രം വരുന്നു, അത് നമുക്ക് ഇഷ്ടമാകുന്നു, നമ്മൾ ചെയ്യുന്നു. അതിനേറ്റവും വളരെ സിൻസിയറായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. പിന്നെ ഞാൻ മാത്രമല്ല, ഇതൊരു ഒരുപാട് പേര് ചേർന്നല്ലേ ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സിനിമ സക്സസ് ആകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇത്രയും കാലം ആൾക്കാരെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നതും എളുപ്പമല്ല, ഭാഗ്യമാണ്. അപ്പോൾ ആ സിനിമ സക്സസ് ചെയ്യാൻ എല്ലാം അതിൻ്റെ ഒരു റെസിപ്പി അറിയാമെങ്കിൽ എല്ലാവരും അങ്ങനത്തെ സിനിമ എടുക്കില്ലേ. ഇപ്പം ദൃശ്യം പോലും നമ്മൾ ഇത് ഭയങ്കര ഒരു സക്സസ്ഫുൾ സിനിമ ആകുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ഒരു ആക്ടർക്കും അല്ലെങ്കിൽ ആ സിനിമ പ്രൊഡ്യൂസർ ചെയ്യുന്നവർക്കും പ്രേക്ഷകർക്കൊക്കെ ഒരു ഭാഗ്യം. എല്ലാവരും കൂടെ കറക്റ്റായിട്ടൊരു സൈക്കിളിൽ വരുമ്പോഴേ അതൊരു സക്സസ്ഫുള്ളായി സിനിമയാകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈ സിനിമ ഭയങ്കര ഗംഭീരമാകുന്ന ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടില്ല, ഇനിയോട്ട് വിചാരിക്കുകയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത്ര ഇഷ്ടം പ്രേക്ഷകർക്ക്? എന്തോ എന്നെ ഇഷ്ടമാണ്, എന്തോ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമാണ്, അങ്ങനെയല്ലേ പറയുന്നത്. അതൊരു ഈശ്വരാധീനമായിട്ട്. ദൃശ്യം 4 ഉണ്ടോ അറിയില്ല. ഓക്കെ, അപ്പൊ ദൃശ്യം വമ്പൻ ഹിറ്റാണ്. ഞാൻ പറയാം 5 ഉണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു.